എല്ലാവർക്കും ക്രിസ്റ്റൽ എഡ്യു ഹബിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് പറയുമ്പോൾ മാത്സ് ക്ലാസ് തന്നെയാണ്. ഒബ്വിയസ്ലി ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈവൻ അതിൽ ഷോർട്ട് ട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഷോർട്ട് ട്രിക്കും പറയും. നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഒരൊറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതിന് റീസൺ എന്ന് പറഞ്ഞാൽ പകുതി പേർക്കും പറഞ്ഞാല് എല്ലാം കൂടി കാണാനുള്ള ടൈം ഉണ്ടാവില്ല, സ്കിപ്പ് ചെയ്ത് പോകും. സോ കാണുന്നത് വൃത്തിക്ക് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് രണ്ട് വീഡിയോസ്, ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. സോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് നെറ്റിലാവട്ടെ ഏതിലായിക്കോട്ടെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ടൈം ആൻഡ് വർക്കിലെ ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. A and B. A and B can complete a work in 10 days, B and C in 12 days, C and A in 15 days. A alone can complete the work. എയും ബിയും കൂടിയിട്ട് 10 ദിവസം കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. ബിയും സിയും കൂടിയിട്ട് 12 ദിവസം കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. സിയും എയും കൂടിയിട്ട് 15 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ എന്നോട് ചോദിച്ചത് എ ഒറ്റക്ക് ചെയ്യുവാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഓപ്ഷൻ 30 days, 24 days, 36 days and 32 days. അപ്പൊ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷനിലാണ് പറഞ്ഞു തരുന്നത്. ആദ്യം ഇത് എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് എ പ്ലസ് ബി ചെയ്തിട്ടുള്ളത് 10 days ആണ്. പിന്നെ എന്താണ് ബി പ്ലസ് സി എന്താണ് 12 days ആണ്. ആൻഡ് സി പ്ലസ് എ 15 days ആണ്. 15 days ആണ്. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഫസ്റ്റ് കാര്യം എന്നാല് നമുക്ക് ഇതിന്റെ ഒരു ഇക്വേഷൻ ഫോർമുല അറിഞ്ഞിരിക്കണം. അതായത് ടോട്ടൽ വർക്ക് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം. എഫിഷ്യൻസി ഇൻറ്റു ടൈം ആണ് ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ആ ഒരു ലെവലിൽ നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ കാണേണ്ടത് ഇതിന്റെ മൂന്നിന്റെയും LCM കാണണം. ഈ 10, 12, 15 LCM കാണണം. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ LCM വരുന്നത്? 16 ആണ്. 16 യൂണിറ്റ് ആണ് ഇതിന്റെ LCM വരുന്നത്. സോ ഓരോന്നിന്റെയും എഫിഷ്യൻസി നമ്മൾ കാണുക. എ പ്ലസ് ബിന്റെ എഫിഷ്യൻസി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് LCM ഡിവൈഡഡ് ബൈ അവർ ചെയ്തിരിക്കുന്ന ഡേയ്സ്, ടൈം ആണ്. LCM നമുക്ക് എഫിഷ്യൻസി കാണുന്നുണ്ടെങ്കിൽ ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ്. അപ്പോ എന്താണ് ടോട്ടൽ വർക്ക് പറയുമ്പോൾ 16, അതിന് മൂന്നിന്റെ LCM എടുക്കുക. അപ്പോൾ ടൈം എന്ന് പറയുന്നത് എത്ര ദിവസമാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 16/10 എന്ന് പറയും. 6 ആണ് എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി, 6 days ആണ് എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി. ഇനി ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ്? 60/12 എന്ന് പറയുന്നത് 5 days ആണ്. 5 days ഉദ്ദേശിച്ച് യൂണിറ്റ് എന്ന് പറയാം. യൂണിറ്റ് പെർ ഡേ ആണ് ഉദ്ദേശിക്കുന്നത്, പെർ ഡേ യൂണിറ്റ്. ഇനി എന്താണ് 60/15 ആണ്. അപ്പൊ എന്താണ് 4 യൂണിറ്റ് ഓർ ഡേയ്സ്. മൂന്നിന്റെയും എഫിഷ്യൻസി നമുക്ക് കിട്ടി. എഫിഷ്യൻസി കിട്ടിയാൽ എന്താണ് അടുത്തത് എന്താണ് നമുക്ക് കാണേണ്ടത്? എഫിഷ്യൻസി കിട്ടിയ മൂന്ന് പേരുടെയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എ പ്ലസ് ബിയുടെ കിട്ടി, പി പ്ലസ് സിയുടെ കിട്ടി, സി പ്ലസ് എയുടെ എഫിഷ്യൻസി കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ എഫിഷ്യൻസി കിട്ടണം എന്നുണ്ടെങ്കിൽ അതായത് എ പ്ലസ് ബി പ്ലസ് സിന്റെ എഫിഷ്യൻസി എങ്ങനെയാണ്? 6 + 5 + 4 ആണ്. അപ്പൊ എങ്ങനെയാണ് ടോട്ടൽ ഇതിൽ കിട്ടുക? 15 അല്ലെ? 15 ആണ് ഇതിന്റെ ടോട്ടൽ കിട്ടുന്നത്. അപ്പൊ ഇത് നമുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടി, ഇതിലെല്ലാവരും ഇൻക്ലൂഡഡ് ആണ്. എ പ്ലസ് ബി, ബി പ്ലസ് സി അറിയുമ്പോൾ ഇതിൽ ബി ഇൻക്ലൂഡഡ് ഉണ്ട്, ഇതിൽ സി 2 പ്രാവശ്യം ഇൻക്ലൂഡഡ്, ഇതിൽ എ പ്ലസ് എ 2 പ്രാവശ്യം ഉണ്ട്. അപ്പൊ ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതണം. അങ്ങനെ എഴുതുമ്പോൾ 7.5 ആണ് ഇതിന്റെ ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ നമുക്ക് ആരുടെയാണ് കാണേണ്ടത്? എ ആണ് കാണേണ്ടത്, എയുടെ ആണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എയുടെ കാണുന്ന സമയത്ത് ഈ ബി പ്ലസ് സി എന്ന് കുറച്ചാൽ മതി കേട്ടോ. എയുടെ കാണുന്നുണ്ടെങ്കിൽ ഇതാണ് കുറച്ചാൽ മതിയല്ലോ. അപ്പൊ ടോട്ടൽ എഫിഷ്യൻസി 7.5, അതിൽ നിന്ന് ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി എന്താ? 5 - 5. അപ്പൊ 2.5 എന്ന് കിട്ടും. ഇത് കിട്ടിയതിന് ശേഷം ഇത് നമുക്ക് എഫിഷ്യൻസി ആണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടുള്ളതാ ഒറ്റക്ക് ചെയ്യുവാണെങ്കിൽ എത്ര ദിവസം വർക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചത്. അപ്പോ എത്രയാണ്? ടോട്ടൽ LCM 60 ആണ്. അതിന് 2.5 കൊണ്ട് ഇൻഡു ചെയ്യാം. 2.5 കൊണ്ട് ഇൻഡു ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഒന്ന് 600/25 ആക്കാം. ഈ 625നോട് നമുക്ക് 5 കൊണ്ട് ഇതാക്കാം. 5 കൊണ്ട് ആക്കുന്ന സമയത്ത് 20 കിട്ടും.
0 കിട്ടുന്ന സമയത്ത് കുറച്ചുകൂടി കാൽക്കുലേഷൻ എന്ന് ഈസി ആയിട്ട് മാറും. അപ്പൊ എന്താണ് 24 എന്ന് കിട്ടും. 24 ഡേയ്സ് ഓപ്ഷൻ 2 ആണ് ആൻസർ വരുന്നത്. സോ ഇതാണ് ഇതിൻ്റെത്. നമുക്ക് ഇക്വേഷൻ ഒന്നും കാണാതെ പഠിക്കണമെന്നില്ല. നമുക്ക് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി. എഫിഷ്യൻസി എന്ന് പറയുന്നത് അത് മൊത്തത്തിൽ ആ ഒരു ഇക്വേഷൻ ടോട്ടൽ വർക്ക് എഫിഷ്യൻസി ഇൻടു ടൈം, ആ ഇക്വേഷൻ നിങ്ങളുടെ മൈൻഡിൽ മതി. പിന്നെ എഫിഷ്യൻസി കാണുന്നുണ്ടെങ്കിൽ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റണം. ഇവിടെയൊക്കെയാണ് നമ്മൾ ബേസിക് മാത്സിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഉള്ളത്, കാൽക്കുലേഷൻ സ്പീഡ് ആക്കുന്നത് കേട്ടോ. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇത് UGC നെറ്റിനെ സംബന്ധിച്ച് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്, ഒരു ഇക്വേഷൻ പോലും മാറ്റാതെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് വേർഷനും കാണാം ആൻഡ് ഷോർട്ട് ട്രിക്കും കാണാം. രണ്ടും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. രണ്ടും നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡീറ്റെയിൽഡ് വേർഷനിൽ നമുക്ക് ഇത് സക്സസീവ് ഡിസ്കൗണ്ട് എന്നാണ് ഇതിനെ പറയാം. സക്സസീവ് ഡിസ്കൗണ്ട്. സക്സസീവ് ഡിസ്കൗണ്ട് എന്തൊക്കെയാണ്? 20%, അതുപോലെ 10% ആൻഡ് 5%. ഇത് മൂന്നാണ് തന്നിട്ടുള്ളത്. ഇതിലൊരു ഫോർമുല നമുക്ക് യൂസ് ചെയ്യാണ്ട്. സക്സസീവ് ഡിസ്കൗണ്ട് കാണുന്ന ഫോർമുലയാണ് x+y - x into y divided by 100 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഫോർമുലയിൽ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് x എന്ന് പറയുന്നത് 20 എന്ന് എടുക്കുക, y എന്ന് പറയുന്നത് 10 കൊടുക്കുക. അപ്പൊ 20 + 10 - 20 into 10 divided by 100 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ 30 എന്ന് കിട്ടും. ഇവിടെ 200/100 എന്നുള്ളത് വെട്ടിക്കളയുമ്പോൾ 30 - 2 എന്ന് പറയുമ്പോൾ 28 എന്ന് കിട്ടും. ഇത് ഫസ്റ്റ്. ഇതിൽ 3 എണ്ണം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. സോ നെക്സ്റ്റ് എങ്ങനെയാണ് നെക്സ്റ്റ് ഇത് വരിക? ഈ സെയിം ഇക്വേഷൻ തന്നെയാണ് നമുക്ക് എക്സ് എന്നുള്ളത് 28 എന്ന് എടുക്കാം, y ഉള്ളത് 5 എന്ന് എടുക്കാം. അപ്പൊ 28 + 5 - 28 into 5 divided by 100. അപ്പൊ 28 + 5 ഇത് ഇൻറ്റു ചെയ്യുന്ന സമയത്ത് മൈനസ് ആണ്. ഇവിടെ 40 എന്ന് കിട്ടും, ഇവിടെ 140 എന്ന് കിട്ടും, 100 എന്ന് കിട്ടും, 0 പോവും. ഇതെന്തായിരിക്കും? 33 ആണ്. 33 നിന്ന് 14 കുറച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? 14 അല്ല, 1 പോയിന്റ്. ഇവിടെ ഒരു 10 ഉണ്ട്, അപ്പൊ 1.4 ആണ്. അപ്പൊ എന്താണ്? 31.6% ആണ് ഇതിന് ആൻസർ കിട്ടുന്നത്. സോ ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽഡ് വേർഷൻ. ഇത് സക്സസീവ് ഡിസ്കൗണ്ട് കാണാനുള്ള ഡീറ്റെയിൽഡ് വേർഷൻ x+y - xy divided by 100 എന്നാണ്. സോ ഇതിന്റെ ഷോർട്ട് ട്രിക്ക് വേർഷനിലോട്ട് പോവുകയാണെങ്കിൽ മെയിൻ ആയിട്ട് നമ്മൾ ഷോർട്ട് ട്രിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുക? പെട്ടെന്ന് ആൻസർ കിട്ടും. പക്ഷെ അവിടെയും നമ്മൾ ബേസിക് മാത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഉണ്ട്. നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് ആയാലും മാത്രമേ അതോട് കാര്യമുള്ളൂ, ഷോർട്ട് ട്രിക്കോട് കാര്യമുള്ളൂ. അപ്പൊ ബേസിക് മാത്തിൽ നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാൽക്കുലേഷൻ പഠിക്കണം, മൾട്ടിപ്ലിക്കേഷൻ തന്നെ നിങ്ങൾ 13 വരെയെങ്കിലും മിനിമം പഠിക്കണം, സ്ക്വയറും കാര്യങ്ങളൊക്കെ പഠിക്കണം. അപ്പൊ ഇതിന്റെ ഷോർട്ട് ട്രിക്ക് പറയുകയാണെങ്കിൽ നമ്മൾ MP 100 ആയിട്ട് എടുക്കാം. MP മീൻസ് മാർക്കറ്റ് പ്രൈസ് നമ്മൾ 100 ആയിട്ട് എടുക്കാം. ഈ 100 ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് 100 ഇൻറ്റു ഇത് 100 കുറക്കുക 80%, ദെൻ ഇത് 100 കുറക്കുക 90%, ദെൻ ഇത് 100 കൊടുക്കുമ്പോൾ 95%. എന്നിട്ട് നമ്മൾ കാൽക്കുലേഷൻ ഒന്നും കൂടി നമ്മൾ ഇത് ഒന്ന് ഷോർട്ട് ട്രിക്ക് നമുക്ക് പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 100 വെട്ടി, ഈ 0 വെട്ടി, ഇത് നമ്മൾ ഇൻറ്റു ചെയ്യാതെ ചെയ്യാം. അതായത് ഇവിടെ 72 എഴുതാതെ എഴുതാം. കാരണം ഒറ്റ സംഖ്യ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് കിട്ടും. സോ 95 നമുക്ക് ഇങ്ങനെ നോക്കാം. 9 into 95 നോക്കുകയാണെങ്കിൽ ഇവിടെ 41 കിട്ടും. അല്ല, ഇത് ഇങ്ങനെ നോക്കിയാലോ? ഇവിടെ 72 കുറച്ചുകൂടി ഈസിയിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനൊന്ന് ഷോർട്ട് ആക്കി എടുക്കുക. അതായത് ഏറ്റവും ബെറ്റർ. ഈ 95-നെയും 100-നെയും ഷോർട്ട് ആക്കാമല്ലോ നമുക്ക്. 19 into 20 എന്ന് കിട്ടും. എന്നിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. കാരണം കുറച്ചുകൂടി ഈസിയാണ്. ഈ 95-നോട്ട് നമുക്ക് ചെയ്യുന്നത് ഇത് ഷോർട്ട് ആക്കണാണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. 19 into 9 നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു 1 കിട്ടും. ഇവിടെ നമുക്ക് 81 എന്നുള്ള ഇവിടെ നിൽക്കുകയാണെങ്കിൽ 70 എന്ന് കിട്ടും. ഇവിടെ 8 എന്നുണ്ട്, ഇവിടെ 20 എന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ 8 എന്ന് കിട്ടും. ദെൻ എന്താണ് കിട്ടുക? 8 എന്ന് കിട്ടും. അതുപോലെ തന്നെ 6 എന്ന് കിട്ടും. ആൻഡ് ഓൾസോ 30 എന്ന് കിട്ടും.
അടിയിൽ നമ്മൾ കാൽക്കുലേഷൻ കുറച്ചുകൂടി ഈസി ആക്കാൻ ഈ 20നെ 2 into 10 എന്നാക്കാം. ഈ 2നെ 10 ആക്കുമ്പോൾ നമ്മൾ എങ്ങനെ 30ൽ എത്ര പോകുന്നുണ്ട്? 6 പോകുന്നുണ്ട്. പിന്നെ ഒരു 16 എന്ന് കിട്ടും, 8 എന്ന് കിട്ടും. പിന്നെ 8ൽ എത്ര പോകുന്നുണ്ട്? 4 പോകുന്നുണ്ട്. ഡിവൈഡഡ് ബൈ 10. അപ്പൊ നമുക്ക് ഇവിടെ നേരെ പോയിന്റ് ചെയ്താലോ. ഇതാണ് ഇതിന്റെ അത് കിട്ടുന്നത്. അതായത് 68.4 ആണ്. പക്ഷെ നമുക്ക് ഇവിടെ 100 തന്നിട്ടുണ്ട്. നമുക്ക് ഡിസ്കൗണ്ടിന്റെ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 100ൽ നിന്നും ഈ 68.4 കുറക്കുക. അപ്പൊ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക? 31.6 എന്ന ആൻസർ കിട്ടും കേട്ടോ. അപ്പൊ ഇത് ഷോർട്ട് ട്രിക്ക് ആണ്. മറ്റേ നിങ്ങൾക്ക് ഏതാണോ കുറച്ചുകൂടി ബെറ്റർ ആയി കാൽക്കുലേഷൻ ഫാസ്റ്റ് ഉള്ള ആൾക്കാർ ഇത് ചെയ്യുക, അല്ലാത്തവർ മറ്റേ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ടൈം കുറക്കുന്നത് അത് ചെയ്യുക. ഷോർട്ട് ട്രിക്ക് തന്നെ ചെയ്യണമെന്നില്ല. ടൈം കുറക്കുന്നത് ആ ഷോർട്ട് ട്രിക്ക് കൊണ്ട് യൂസ് ചെയ്യുന്നത്. സോ എപ്പോഴും പറയുന്നത് പോലെ തന്നെ 2025 പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇതിനൊരു ഇമ്പോർട്ടൻസും കൂടി ഞാൻ പറഞ്ഞുതരാം. പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ടെസ്റ്റ് ചെയ്യുന്നതിന്റെ നമ്മുടെ ഒരു ലെവൽ മനസ്സിലാക്കിയിട്ട് വേണം എപ്പോഴും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഒരിക്കലും ലാസ്റ്റിലോട്ട് ആ ഒരു നമുക്ക് ഇത്രേ കിട്ടുന്നുള്ളൂ എന്നുള്ള ഒരു ടെസ്റ്റും കാര്യങ്ങളും ചെയ്യുമ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് ടൈമിന്റെ ഇഷ്യൂ വരുന്നുണ്ട്. സോ നമ്മള് സ്കോളർഷിപ്പ് ടെസ്റ്റ് 25ന് വെച്ചിട്ടുണ്ട്. എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ഞാൻ കമന്റിൽ പിൻ ചെയ്യാം. ഈവൻ പേപ്പർ 2 ഹിസ്റ്ററി ഉള്ളവരാണെങ്കിൽ 21ന് എക്സാം ഉണ്ട്. നിങ്ങൾ അതും എഴുതുക. അതിന്റെയും ഇത് ലിങ്ക് ഞാൻ കമന്റിൽ കൊടുക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം, രജിസ്റ്റർ ചെയ്യാം. അപ്പോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.